മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. The book of Jonah, chapter 1, verse 1 and 2. അമിത്തായുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക, എന്തെന്നാൽ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അക്രമം പ്രവർത്തിക്കുന്നവരോട് അവർക്കെതിരായി ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകുമെന്ന് പറയുവാൻ നാം കടപ്പെട്ടവരാണ്. നാം പറയാതിരുന്നാൽ അവർ അധർമ്മമാർഗം ഉപേക്ഷിക്കാതിരിക്കുകയും ശിക്ഷയ്ക്കിരയായി നശിക്കുകയും ചെയ്യും. അനീതി പ്രവർത്തിക്കുന്നവർക്കെതിരെ ധീരമായി സംസാരിക്കുവാൻ ക്രൈസ്തവന് മാത്രമേ കഴിയൂ. ദൈവത്തിന്റെ ന്യായവിധിയെപ്പറ്റി പറയുവാൻ ക്രൈസ്തവൻ ചുമതലപ്പെട്ടവനാണ്. പറയാതിരിക്കുന്നത് തെറ്റുമാണ്. ഒരുപക്ഷെ നാം രക്തസാക്ഷികളാകേണ്ടി വന്നേക്കാം. നിനിവെ പട്ടണക്കാർ ധാർമ്മികമായി അധപ്പതിച്ചപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുവാൻ നിശ്ചയിച്ചു. എന്നാൽ അവരെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അവരെ ശാസിക്കുവാനും വരുവാൻ പോകുന്ന ന്യായവിധിയെപ്പറ്റി മുന്നറിയിപ്പ് കൊടുക്കുവാനും യോനായെ ചുമതലയേൽപ്പിച്ചു. യോന അതനുസരിക്കുവാൻ തയ്യാറായില്ല. പകരം താർശീസ് കപ്പലിൽ ഒളിച്ചു യാത്രയായി. ദൈവം യോനായെ വിവിധതര വിഷമാനുഭവങ്ങളിലൂടെ കടത്തി. യോന അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെപ്പറ്റി പ്രസംഗിച്ചു. നിനിവേക്കാർ തൽഫലമായി രക്ഷപ്പെട്ടു. സമൂഹത്തിലോ കുടുംബത്തിലോ സഭയിലോ വ്യക്തികളുടെ ജീവിതത്തിലോ അധർമ്മം കണ്ടാൽ ന്യായവിധിയെപ്പറ്റി മുന്നറിവ് കൊടുക്കുന്നത് ക്രൈസ്തവന്റെ കടമയാണ്. ബലഹീനരെ ഹിംസിക്കുന്ന ബലവാനോടും ദരിദ്രരെ ഉപദ്രവിക്കുന്ന ധനികനോടും ക്ഷീണരായ മാതാപിതാക്കളെ അവഗണിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളോടും പൊതുമുതൽ അപഹരിക്കുന്ന വഞ്ചകരോടും സംഖ്യാബലം കൊണ്ട് ഏകാന്തരെ വിഷമിപ്പിക്കുന്ന നിർദ്ദയരോടും വരാൻ സാധ്യതയുള്ള ന്യായവിധിയെപ്പറ്റി സംസാരിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഒരുപക്ഷെ നാം രക്തസാക്ഷികളാകേണ്ടി വന്നേക്കാം. അപ്പോൾ നാം സമൂഹത്തിന്റെ ഉപ്പായി തീരുമെന്നുള്ളത് തീർച്ചയാണ്. ദൈവത്തിന്റെ ന്യായവിധിയെപ്പറ്റി പറയുവാൻ നാം ഭയപ്പെടരുത്. തെറ്റ് തെറ്റാണ് എന്ന് ധീരതയോടെ തുറന്നു പറയുവാൻ നമുക്ക് കഴിയണം. ഞാനെപ്പോഴും പറയും, സത്യം സ്നേഹത്തോടെ അവതരിപ്പിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.